പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, WWE ബാക്ക് സ്റ്റേജിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് WWE ബാക്ക് സ്റ്റേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് റിപ്പോർട്ടുകളാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റസൽമേനിയ 40 മെയിൻ ഇവൻറ്റ് മത്സരമായി റോമൻ റെയിൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് റോക്ക് ആയിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ സൂചനകളും ഏകദേശം മത്സരം കൺഫേം ചെയ്ത രീതിയിലുള്ള റോക്കും റോമൻ റെയിൻസും ഫേസ് ടു ഫേസ് വരുന്ന ആ ഒരു നിമിഷങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ഒരു ഡ്രീം മാച്ച് തന്നെയായിരുന്നു റോക്ക് വേഴ്സസ് റോമൻ റെയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ കോഡി റോഡ്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ റോമൻ റെയിൻസിനെ ഈ ഒരു വർഷത്തിലെ റസൽമേനിയയിൽ നേരിടേണ്ടിയിരുന്നത്. മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ റോമൻ റെയിൻസിനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് നിന്നെയാണ് ഞാൻ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കോഡി റോഡ്സ് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും കോഡി റോഡ്സ് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ആ ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിധിയും എഴുതിയതാണ്. പക്ഷേ സ്മാക്ഡൗണിൽ വന്ന് കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ സ്പോട്ട് റോക്കിന് വേണ്ടി വിട്ടൊഴിഞ്ഞു കൊടുത്ത് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു പോകുന്ന ആ ഒരു രംഗം, അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരു ഫാൻസിൻ്റെ ഒരു ബാക്ക്ലാഷാണ് ഈ ഒരു ഡിസിഷനെ ചുറ്റിപ്പറ്റി പിന്നീട് വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ബാക്ക് സ്റ്റേജിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ റോക്കാണ് റോമൻ റെയിൻസിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് കോഡി റോഡ്സ് പോലും അറിയുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്ന ദിവസമാണെന്നാണ് ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ റോക്ക് തന്നെയാണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നും ചിലപ്പോൾ റോക്ക് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ TKO എന്ന് പറയുന്ന കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടർ ആ ഒരു റോള്, അതായത് WWE പാരൻറ്റ് കമ്പനിയാണ് TKO. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഒരു പുതിയൊരു റോളിലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിക്കാനും സാധ്യത ഉണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ റോക്കിൻ്റെ ഈ ഒരു വരവ് റോക്കിൻ്റെ ആരാധകർ പറയുന്നത് റസൽമേനിയയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട്. പക്ഷേ റസൽമേനിയ നിലവിൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള 2 ദിവസത്തെ ഇവൻ്റാണ്. സ്പോൺസർഷിപ്പും വലിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ഒരു ഇവൻറ്റിനെ റോക്ക് വന്ന് സേവ് ചെയ്യേണ്ട ഒരു സ്ഥിതിയും നിലവിൽ ഇല്ല. പിന്നീട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റോക്കിൻ്റെ ഈ ഒരു റിട്ടേൺ ക്രിയേറ്റീവ് ടീമിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ക്രിയേറ്റീവ് ടീമിൽ ആർക്കും റോക്കിൻ്റെ തിരിച്ചുവരവിനോട് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ എച്ചിൻ്റെ കാര്യം നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. ക്രിയേറ്റീവ് ടീമിൽ തന്നെ എല്ലാവരും കോഡി റോഡ്സ് ആണ് റോമൻ റെയിൻസിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നത്. എന്നാൽ റോക്ക് സമ്മർദ്ദം ചെലുത്തി റോക്ക് വരാൻ പോകുന്നു എന്നുള്ളത് അറിഞ്ഞപ്പോൾ ക്രിയേറ്റീവ് ടീം വളരെയധികം നിരാശയിലാണെന്നും അവരുടെ ഒരു അതൃപ്തി ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതും ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് അറിയാൻ സാധിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ റോക്ക് ചിലപ്പോൾ ഈ ഒരു റസൽമേനിയയിൽ 10-15 മിനിറ്റിൽ അധികം റോമൻ റെയിൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സ്ക്വാഷ് മാച്ച് ഒന്നും ആയിരിക്കില്ല റസൽമേനിയയിൽ നമുക്ക് കാണാൻ സാധിക്കുക. 10 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫൈറ്റ് തന്നെ കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സുകളൊക്കെയാണ് ബാക്ക് സ്റ്റേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ WWE ആരാധകർക്കിടയിൽ മാത്രമല്ല ക്രിയേറ്റീവ് ടീമിന് ഇടയിലും റോക്കിനോടുള്ള ഒരു അതൃപ്തി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ റോക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഈ ഒരു മാച്ച് കാർഡിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഡി റോഡ്സിൻ്റെ ഒരു അപ്ഡേറ്റ്, കോഡി റോഡ്സ് ഈ വരുന്ന റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും റസൽമേനിയ 40 കോഡി റോഡ്സിൻ്റെ എതിരാളി നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ് ആയിരിക്കുമെന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട്. സെത്ത് റോളിൻസിനെ കോഡി പരാജയപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്നും ഫൈറ്റ്ഫുൾ സെലക്റ്റും PW ഇൻസൈഡറും 2 വെബ്സൈറ്റും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ വെള്ളിയാഴ്ച നടക്കുന്ന WWE റസൽമേനിയ 40 അനുബന്ധിച്ചുള്ള കിക്ക് ഓഫ് എന്ന് പറഞ്ഞ ഒരു പ്രസ് കോൺഫറൻസിലും കോഡി റോഡ്സിൻ്റെ അപ്പിയറൻസ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതേ ഒരു ഇവൻറ്റിൽ റോക്കും റോമൻ റെയിൻസും ഫേസ് ടു ഫേസ് വരും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്ന ശനിയാഴ്ചയും കോഡി റോഡ്സ് ലൈവായി അപ്പിയർ ചെയ്യും എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കോഡി റോഡ്സ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വമ്പൻ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കായി കോഡി റോഡ്സിൻ്റെ വി വാണ്ട് കോഡി എന്നുള്ള ഹാഷ്ടാഗ് തന്നെയാണ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത്. കോഡി റോഡ്സിൻ്റെ അവസരം തട്ടിയെടുത്തതിൽ റോക്കിനോട് അമർഷമുള്ള ഒരു 95% ആരാധകർ തന്നെയാണ് ഇപ്പോൾ ഈ WWE സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.